എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2025 നടത്തിയ 10th ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആൻസർ ഓപ്ഷൻ എ, കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. അടുത്ത ചോദ്യം, ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായി ജ്ഞാനപീഠം നേടിയ കേരളീയൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ആൻസർ ഓപ്ഷൻ എ, ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആര്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി, കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു വിമോചന സമരം നടന്നത്. അടുത്ത ചോദ്യം, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിൽ ആയിരുന്നു? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിൽ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഗുജറാത്തി. ഗുജറാത്തി ഭാഷയിലായിരുന്നു ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം. ആൻസർ ഓപ്ഷൻ ഡി, മിനുക്ക്. അടുത്ത ചോദ്യം, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? ആൻസർ ഓപ്ഷൻ എ, 44. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഏകീകൃത സിവിൽ കോഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ആൻസർ ഓപ്ഷൻ സി. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അടുത്ത ചോദ്യം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്ത്? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A ഉറപ്പുവരുത്തുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ ഡി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി. മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആൻസർ ഓപ്ഷൻ സി. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത ചോദ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ. ആൻസർ ഓപ്ഷൻ ഡി. KN രാജ്. അടുത്ത ചോദ്യം. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. അമൂൽ. അടുത്ത ചോദ്യം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ സി. 7. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി. അടുത്ത ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ഗോദാവരി. ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ലക്ഷദ്വീപ്. അടുത്ത ചോദ്യം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ആൻസർ ഓപ്ഷൻ എ. പുന്നമട കായൽ. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം. 2 സംസ്ഥാനങ്ങളിലായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളിലായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി. വയനാട്. അടുത്ത ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി. പീച്ചി.
അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ആനമുടി. അടുത്ത ചോദ്യം, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കഞ്ചിക്കോട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, പുനലൂർ.